അതെ ഗൈസ്, ലൈഫ് ടൈം ആയിട്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും ഇൻകം ഓഫ് ഈച്ച് ലെവലിൽ, അതായത് ഓരോ ലെവലിനും എത്ര രൂപ വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം. 1 തൊട്ട് 10 വരെയുള്ള ലെവലുകളാണ്. ഏറ്റവും ടോപ്പിൽ ഒന്നാമത്തെ ലെവലിൽ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നത് 30 രൂപയാണ്. 2 രൂപ തൊട്ട് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഓരോ റെഫറലിനും നമുക്ക് 15 രൂപ, 10 രൂപ, 20 രൂപ വെച്ചൊക്കെ നമുക്ക് ആഡാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ലൈഫ് ടൈം എങ്ങനെയാണ് നമുക്ക് ഇൻകം വരുത്തേണ്ടതെന്നുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. രജിസ്ട്രേഷൻ പ്രോസസ്സ് മുതൽ നമ്മൾ ഈ ഒരു ഇൻകം പ്ലാൻ മേടിക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഗൈസ്, പ്രധാനമായിട്ടും 2 പ്ലാനുകളാണ് നമുക്ക് ഏൺ ചെയ്യാൻ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്ലാനാണ്, 150 രൂപയുടെ പ്ലാനും. പിന്നെ വലിയൊരു പ്ലാന് 500 രൂപയുടെ പ്ലാനുമാണ്. നമ്മൾ നോർമലായിട്ട് ബേസിക് പ്ലാനായ 150 രൂപയുടെ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ഈ ഒരു പ്ലാന് മേടിക്കുക. നമുക്ക് ലൈഫ് ടൈമായിട്ട് ഇൻകം നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഗൈസ്, വെറുതെ പറയല്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈഫ് ടൈമായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റിനാണ് ഇത് ഉപകാരപ്പെടുക. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും തന്നെ ഇതിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഓരോ കാര്യങ്ങളും രജിസ്റ്റർ മുതൽ അവസാനം വരെ ഞാൻ പറയുന്നുണ്ട്. അത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, എന്നാൽ ഓരോ പ്രോസസ്സിങ്ങും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ, വാട്സപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി നിങ്ങൾ കയറിയിട്ട് നിങ്ങളിതാ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ നമ്മുടെ റെഫറൽ കോഡ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നെയിം, നമ്മുടെ ഒരു പേര് നിങ്ങൾ കൊടുക്കുക. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെയിം കൊടുക്കുക, നമ്മളെ പേര് കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക. സാധാരണ നമ്മൾ ആപ്ലിക്കേഷനിൽ ചെയ്യണ പോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. ഇവിടെ പാസ്വേഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പാസ്വേഡ് വരും. പക്ഷേ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്യാൻസൽ അടിച്ച് വിടുക. എന്നിട്ട് പുതിയൊരു പാസ്വേഡ് ഇവിടെ നിങ്ങൾ കൊടുക്കുക. ആ പാസ്വേഡ് നിങ്ങൾ മറക്കരുത്. ആ കൊടുത്ത പാസ്വേഡ് തന്നെ വീണ്ടും ഈ ഒരു കള്ളിയിൽ, ഈ ഒരു കോളത്തിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ. പിന്നെ റെഫറൽ കോഡ്, അത് നിങ്ങളുടെ മുകളിലുള്ളത് അതന്നെ നിങ്ങൾ കൊടുക്കുക. ഈ കാണുന്ന റെഫറൽ കോഡ് തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചെയ്യുക. ഇത്രയുള്ള ഗൈസ്, നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയായി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തു. ഇനി കുറച്ച് കാര്യം കൂടി നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ റെഫറൽ ആൻഡ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഈ ഒരു പേജ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. മുകളിൽ ജോബ്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ, റെഫറൽസ്, വാലറ്റ്, പ്രൊഫൈല്, ലോഗൗട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇവിടെ നമുക്കൊരു ലിങ്ക്, നമ്മുടെ ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുന്നത്. ഈ ലിങ്കാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് അവരോട് ഇതേപോലെ രജിസ്റ്റർ ചെയ്യാൻ പറയേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2 എന്നില്ല ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഈ ഒരു റെഫറൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി ലിങ്ക് എന്നുണ്ടാവും. ഇവിടുന്ന് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളെ വാട്സപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങളെ ലിങ്ക് നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഗൈസ്, ഈ ലിങ്ക് വഴിയാണ് നമുക്ക് ക്യാഷ് ഏണാവുന്നത്. അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തേക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മുകളിൽ. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇത്രയും കാര്യങ്ങൾ വരും. ഇതിൽ ഏത് ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് പ്രൊഫൈലാക്കി വെക്കാം. ഏത് അവതാറും ആണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് റിയൽ ആയിട്ടുള്ളൊരു ഫോട്ടോസ് വേണമെങ്കിൽ ഇവിടെ ചൂസ് ഫയൽ എന്ന് കാണാൻ കഴിയും. അതിൽ കൊടുത്ത് നമ്മുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നിക്ക് നെയിം എന്ന് കാണാൻ കഴിയും. ഇവിടെ നിങ്ങളുടെ പേരിൻ്റെ ഒരു ഷോർട്ട് നെയിം ഇവിടെ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളെ വിളിക്കണ പേര് എന്താ വെച്ചാൽ അത് വേണമെങ്കിൽ അത് കൊടുക്കാം. നിച്ചോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഷോർട്ടായിട്ട്. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. അതിവിടെ ഓൾറെഡി ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഫോൺ നമ്പറാണ്. ഓക്കെ, ഈ കോളത്തിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ ഇമെയിൽ ഐ ഡി നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഇമെയിൽ ഐ ഡി തന്നെ അവിടെ വരുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ സേവ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീണ്ടും താഴോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് പാസ്വേഡ് എന്നുണ്ടാവും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കൊടുത്തിട്ട് പുതിയൊരു പാസ്വേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പഴയ പാസ്വേഡ് തന്നെ ഇവിടെ കൊടുത്തിട്ട് കൺഫേം പാസ്വേഡ് കൊടുത്തിട്ട് അപ്ഡേറ്റ് പാസ്വേഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രൊഫൈലിൽ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ വരേണ്ടത് ഇവിടെയാണ്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്തേക്കാണ് നമ്മൾ വരേണ്ടത്. ഇവിടെ വന്നിട്ട് നമ്മുടെ ആ നിക്ക് നെയിം, ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും പ്രൊഫൈൽ കംപ്ലീറ്റഡ് എന്ന് കാണാൻ കഴിയും.
ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് 2 പ്ലാനുകൾ വന്നിട്ടുണ്ടാവും. ഒന്ന് 150ൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാന്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്ലാനാണ്. ഇവിടെ പ്ലാൻ പ്രോ 500 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, ഇത് 200 ഡേയ്സിന്, ഇത് 360 ഡേയ്സിന്. അതായത് നമുക്ക് ലോങ് ടൈം ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും. അതിനുശേഷം നമ്മളിവിടെ സബ്സ്ക്രൈബ് എന്ന് കൊടുക്കുക. ഓക്കെ, 150 രൂപ നമുക്ക് പേ ചെയ്യേണ്ടതുണ്ട് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് കൊടുത്തിട്ട് പേ ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ 150 രൂപയുടെ ആ ഒരു പ്ലാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആ 150 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ കാണാൻ കഴിയും. ഇവിടെ QR കോഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ QR കോഡ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം 150 രൂപ നമ്മൾ പേ ചെയ്യുക. പേ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ആ ഒരു ഫയലിനെ നമുക്ക് എന്ത് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. ഇവിടെ ചൂസ് ഫയൽ എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ ആ ഒരു പേ ചെയ്ത ആ ഒരു പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഗേസ് നിങ്ങൾ സബ്മിറ്റ് ഫോർ അപ്പീൽ കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനൊരു പോപ്പപ്പ് നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ്. സബ്മിറ്റ് പേയ്മെൻറ്റ് ഫോർ അപ്രൂവൽ. നിങ്ങൾ അപ്രൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് സമർപ്പിക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ യെസ് സബ്മിറ്റ് എന്ന് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഗേസ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും പേയ്മെൻറ്റ് സബ്മിറ്റഡ്, യുവർ സബ്സ്ക്രിപ്ഷൻ വിൽ ബി ആക്ടിവേറ്റഡ് വൺസ് അഡ്മിൻ വെരിഫൈസ് യുവർ പേയ്മെൻറ്റ്. നമ്മുടെ പേയ്മെൻറ്റ് അടച്ചത് അഡ്മിന് അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്രൂവലായിട്ട് ലഭിക്കുന്നത്, നമുക്ക് വർക്ക് ആരംഭിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്ലാന് ഇവിടെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, 150 രൂപയുടെ പ്ലാന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് ബേസിക് എന്ന് പറയും, ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ്. ഇനി ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.